ഹായ് ഓൺ. ഇപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താണ് ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് എന്ന സബ്ജക്റ്റിലെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ്. അപ്പൊ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 നമ്മളോട് ഫസ്റ്റ് പറയുന്നത് എന്താണ്, കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. കോൺട്രാക്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള സെക്ഷൻ ഏതാ? സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ചിലാണ് കോൺട്രാക്ടിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് കോൺട്രാക്ട്? ആൻ അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ഈസ് എ കോൺട്രാക്ട്. അതായത് ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഉള്ള എല്ലാ എഗ്രിമെന്റും എന്താണ്, ഒരു കോൺട്രാക്ട് ആണെന്നാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ചിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഒരു എഗ്രിമെന്റ് വെച്ചത് കൊണ്ട് മാത്രം ഒരു കോൺട്രാക്ട് ആവുന്നത് ഇല്ല, അതിനെന്തും കൂടെ വേണം, അതിന് കുറച്ച് എസെൻഷ്യൽ എലമെന്റ്സും കൂടെ വേണം. ഈ എലമെന്റ്സും കൂടെ കൂടിച്ചേരുമ്പോൾ മാത്രമാണ് അതെന്താവുന്നത്, അതൊരു വാലിഡ് കോൺട്രാക്ട് ആയി മാറുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്? ഓഫർ. എന്താണ് ഓഫർ? എന്താണ് ഓഫർ? ഓഫറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെക്ഷൻ ഏതാ? സെക്ഷൻ 2 സബ്സെക്ഷൻ എയിലാണ് ഓഫർ എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. When one person signifies to another his willingness to do or abstain from doing something, അതിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഒരു ഓഫർ, ഒരു പ്രപ്പോസൽ വെക്കുകയാണ്, ഞാൻ ഇന്നത് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഓഫർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താ ഓഫറിന് ഒരു എക്സാമ്പിൾ എന്താ? ഒരു വ്യക്തി, ഇപ്പോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നോട് പറയാണ്, ഞാൻ നിനക്ക് എന്റെ വീട് വിൽക്കാം, ഒരു 10 lakhs rupeesന് ഞാൻ എനിക്ക് നിന്റെ വീട് വിൽക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് എ ബിക്ക് വെക്കുന്ന ഒരു ഓഫർ ആണ്, അല്ലെ? ഇനി നെക്സ്റ്റ് വരുന്നതാണ് ആക്സെപ്റ്റൻസ്. അതായത് എസെൻഷ്യൽ എലമെന്റ്സിൽ സെക്കൻഡ് വൺ ആണ് ആക്സെപ്റ്റൻസ്. എന്താണ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാല്, നമ്മളൊരു ഓഫർ വെച്ചു, ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി എന്ത് ചെയ്യണം, അത് ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ മാത്രമല്ലേ അതൊരു കോൺട്രാക്ട് ആയി മാറുന്നത്, എന്നാലും മാത്രമല്ലേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളിപ്പോ ഒരു ഓഫർ വെച്ച് അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയാണ്, ഞാൻ ഇതിന് ഓക്കെ അല്ല, ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ആ കോൺട്രാക്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തും കൂടെ അതിൽ എസെൻഷ്യൽ എലിമെന്റ് ആയിട്ട് വരും, ആക്സെപ്റ്റൻസും കൂടെ എസെൻഷ്യൽ എലിമെന്റ്സ് ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കൺസിഡറേഷൻ. എന്താണ് കൺസിഡറേഷൻ? കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ. അതായത് നമ്മളിപ്പോ ഒരു ഓഫർ വെച്ചു, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ടി ആക്സെപ്റ്റ് ചെയ്ത ശേഷം ഈ വ്യക്തി, അതായത് ഈ ബി എന്ന് പറയുന്ന ഒരു വ്യക്തി എ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിന് സംതിങ് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണമല്ലോ. അതായത് എ വെറുതെ ഒരു വ്യക്തിക്ക് വീട് എഴുതി കൊടുക്കോ, സ്വന്തം വീട് എഴുതി കൊടുക്കും? ഇല്ല. അപ്പൊ ബി എന്ത് കൊടുക്കണം? ബി എക്ക് കൺസിഡറേഷൻ കൊടുക്കണം. എത്ര ടൈപ്പ് ഉണ്ട് കൺസിഡറേഷൻ? എത്ര ടൈപ്പ് ഉണ്ട്? നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് കൺസിഡറേഷൻ. 3 ടൈപ്സ് ഓഫ് കൺസിഡറേഷൻസ് ഉണ്ട്. ഒന്ന് എക്സിക്യൂട്ടറി ഓർ ഫ്യൂച്ചർ കൺസിഡറേഷൻ, നെക്സ്റ്റ് വരുന്നതാണ് എക്സിക്യൂട്ടഡ് അല്ലെങ്കിൽ പ്രസന്റ് കൺസിഡറേഷൻ, നെക്സ്റ്റ് ആണ് പാസ്റ്റ് കൺസിഡറേഷൻ. എന്താണ് എക്സിക്യൂട്ടറി കൺസിഡറേഷൻ? എന്താണ് അത്? എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, അതായത് അത് ഫ്യൂച്ചറിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിനോട് പറയാണ്, ഞാൻ നിന്നെ ഒരു 2 കൊല്ലത്തിന് ശേഷം ഞാൻ നിന്നെ മാരി ചെയ്യാം എന്ന് പറയാണ്. അതെന്താണ്? അതൊരു ടൈപ്പ് ഓഫ് എക്സിക്യൂട്ടറി കൺസിഡറേഷൻ ആണ്. നെക്സ്റ്റ് ആണ് എക്സിക്യൂട്ടഡ് ഓർ പ്രസന്റ് കൺസിഡറേഷൻ. അതെന്താ? അതിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സെയിൽസ് എടുക്കാം. അപ്പോ സെല്ലറ് ബയ്യർക്ക് എന്ത് കൊടുക്കാണ്? ഗുഡ്സ് കൊടുക്കാണ്, അതായത് ഗുഡ്സ് സെയിൽ ചെയ്യാണ്. അപ്പൊ തന്നെ ബയർ എന്ത് ചെയ്യാണ്? തിരിച്ച് സെല്ലർക്ക് എന്ത് ചെയ്യാണ്? പ്രൈസ് തിരിച്ചു കൊടുക്കുകയാണ്. അതെന്താണ്? അത് എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? പാസ്റ്റ് കൺസിഡറേഷൻ. പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ എന്താ? അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞതാണ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ 2025 മെയ്യില് ബൈക്ക് ഒരു സർവീസ് റെൻഡർ ചെയ്യാണ്. സർവീസ് റെൻഡർ ചെയ്തു. അപ്പൊ ഈ വൈ എന്ത് ചെയ്തിട്ടുണ്ട്? വൈ ഓൾറെഡി മുന്നേ തന്നെ കഴിഞ്ഞ ഏപ്രിലിൽ ഇതിനുള്ള കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സ് പറഞ്ഞ ഓക്കെ ഞാൻ നെക്സ്റ്റ് മന്ത് ചെയ്തു തരാമെന്ന് പറയാണ്. അപ്പൊ ഇതെന്താണ്? ഒരു ടൈപ്പ് ഓഫ് എന്താണ്? പാസ്റ്റ് കൺസിഡറേഷൻ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലീഗൽ റൂൾസ് റിഗാർഡിംഗ് കൺസിഡറേഷൻ. അതായത്
ഒരു കോൺട്രാക്റ്റിലെ കൺസിഡറേഷൻ എന്ന് പറയുന്നതിന് കുറച്ച് ലീഗൽ റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്, എങ്കിൽ മാത്രമേ അത് ഒരു കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കുള്ളൂ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇറ്റ് മേ ബി പാസ്റ്റ്, പ്രസന്റ് ഓർ ഫ്യൂച്ചർ. അതായത് നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞു ടൈപ്സ് ഓഫ് കൺസിഡറേഷനിൽ പറഞ്ഞു. ഇതിൽ ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല, ഒന്നുകിൽ പാസ്റ്റ് ആവണം, അല്ലെങ്കിൽ പ്രസന്റ് ആവണം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആവണം. നെക്സ്റ്റ് വരുന്നതാണ് നോ നീഡ് ടു ബി അഡിക്വേറ്റ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങാണ്, നമ്മളിപ്പോ ഒരു സാധനം വാങ്ങി ഇപ്പൊ തന്നെ പൈസ കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധം ഇല്ല. അതായത് കുറച്ച് കഴിഞ്ഞിട്ടായാലും കൊടുത്താൽ മതി, അത് അഡിക്വേറ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിലും ഈ കൺസിഡറേഷൻ എന്താണ്, വാലിഡ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് റിയൽ ബട്ട് നോട്ട് ഇല്ലുസറി. അതായത് കൺസിഡറേഷൻ എപ്പോഴും എന്തായിരിക്കണം, റിയൽ സാധനം ആയിരിക്കണം. അതായത് ഇല്ലാത്ത ഒരു സാധനം തരാന്നൊക്കെ പറഞ്ഞിട്ട്, കൺസിഡറേഷൻ തരാന്നൊക്കെ പറഞ്ഞിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അപ്പൊ അതെന്തായിരിക്കണം, അത് റിയൽ ആയിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് മസ്റ്റ് നോട്ട് ബി അൺലോഫുൾ. അതായത് എന്താവാൻ പാടില്ല, കൺസിഡറേഷൻ കൊടുക്കുന്നത് എന്താവാൻ പാടില്ല, അൺലോഫുൾ ആവാൻ പാടില്ല. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ച കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ ആനക്കൊമ്പ് വിൽക്കാൻ പറ്റും. ഒരു എനിക്കൊരു സർവീസ് തരാണ്, അപ്പൊ ഞാൻ പറയാണ് ഓക്കെ ഇത് ചെയ്തെന്നാൽ ഞാൻ ഇപ്പൊ ഒരു ആനക്കൊമ്പ് തരാം, കൺസിഡറേഷൻ ആയിട്ട് തരാം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ, അങ്ങനെ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, ആനക്കൊമ്പ് വിൽക്കുന്നത് ഇന്ത്യയില് ലീഗൽ ആണോ? അല്ല. അപ്പൊ അതെന്താണ്, ഒരു അൺലോഫുൾ കൺസിഡറേഷൻ ആണ്. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല ഒരു കൺസിഡറേഷൻ. ഈ നെക്സ്റ്റ് വരുന്നതാണ് എൻഡ്സ് വിത്ത് പ്രോമിസർ ആൻഡ് സ്റ്റാർട്ട്സ് ഫ്രം പ്രോമിസ്. അതായത് നമ്മൾ ഓഫർ വെച്ചു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആക്സെപ്റ്റ് ചെയ്തു. ഈ ആക്സെപ്റ്റ് ചെയ്ത ആള് ഓഫർ വെച്ച ആൾക്ക് എന്ത് ചെയ്യണം, കൺസിഡറേഷൻ കൊടുക്കണം. അല്ലാതെ ആക്സെപ്റ്റ് ചെയ്ത ആള് വേറെ ഏതെങ്കിലും ഒരു തേർഡ് പേഴ്സണിന് കൺസിഡറേഷൻ കൊടുത്തതുകൊണ്ട് കാര്യമില്ല. ഇല്ല, അത് ആർക്ക് തന്നെ കിട്ടണം. അത് നമുക്ക് ആരാണോ നമുക്ക് സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് തരുന്നത് അയാൾക്ക് തന്നെ കിട്ടണം. അതാണ് എൻഡ്സ് വിത്ത് പ്രോമിസർ ബട്ട് സ്റ്റാർട്ട്സ് ഫ്രം പ്രോമിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, നെക്സ്റ്റ് വരുന്നതാണ് ഇപ്പൊ നമ്മൾ ഓഫർ പറഞ്ഞു, ആക്സെപ്റ്റൻസ് പറഞ്ഞു, കൺസിഡറേഷൻ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ്, അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ അഗ്രിമെന്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ എന്തായിരിക്കണം, അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലീഗലി ബൈൻഡഡ് ആയിരിക്കണം. അതായത് അവര് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നു, ലോഫുൾ ആയിട്ട് അത് ചെയ്ത് തീർക്കുന്നു, കോൺട്രാക്ട് അവസാനിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. ഈ ഒരു സംഭവമായിരിക്കണം അവിടെ നടക്കുന്നത്. അല്ലാതെ ഇവര് എന്താ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. എന്താണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്? കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് വെച്ചാൽ അവര് ഈ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആയിരിക്കണം അതിന്റെ പാർട്ടീസ്. അതായത് ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്. അതായത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പാർട്ട്നർഷിപ്പ് അല്ല സോറി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ. അതായത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടാവല്ലോ. അപ്പം ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ഉദ്ദേശം എന്തായിരിക്കണം, ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. അപ്പൊ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിനെതിരായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എയും ബിയും തമ്മിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പൊ അതെന്താണ്, അതിന് ലീഗാലിറ്റി ഉണ്ടോ? ഇല്ല. കാരണം എന്താ, അത് ഓൾറെഡി ഇന്ത്യയിൽ എന്താണ് പ്രോഹിബിറ്റഡ് ആണ്. അത് പിന്നെ ഇന്ത്യയിൽ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ ആ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്? ഇല്ല. അതായത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ കോൺട്രാക്ടിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫോർബിഡൻ ബൈ ലോ ആവാൻ പാടില്ല. അതായത് ഇന്ത്യൻ ലോക്ക് ഫോർബിഡൻ ആവാൻ പാടില്ല, അതായത് എതിരാവാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് വരുന്നത്, ഡിഫീറ്റ് പ്രൊവിഷൻ ഓഫ് എനി അതർ ലോ. അതായത് ഏതെങ്കിലും ലോയിൽ പറഞ്ഞ പ്രകാരമുള്ള ഒരു പ്രൊവിഷന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നും ആവാൻ പാടില്ല ഇതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫ്രോഡുലന്റ്. അതായത് ഇതിന്റെ ഒബ്ജക്റ്റ്, അതായത് ഈ കോൺട്രാക്ടിന്റെ ഒബ്ജക്റ്റ് ഒരിക്കലും ഫ്രോഡ് ആവാൻ പാടില്ല.
നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇൻവോൾവ് ഇഞ്ചുറി ടു പേഴ്സൺ ഓൺ ഓർ പ്രോപ്പർട്ടി ഓഫ് ദി അതർ. അതായത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ പ്രോപ്പർട്ടിക്ക് ഇഞ്ചുറിയോ എൻവയറമെന്റോ വരുന്ന തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. അതാണ് ഇൻവോൾവ്സ് ഇഞ്ചുറി ടു ദി പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് ദി അതർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കോർട്ട് റിഗാർഡ്സ് ഇമ്മോറൽ ഓർ ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോർട്ട് പ്രഖ്യാപിക്കാണ് ഇന്ന കാര്യങ്ങള് ഇമ്മോറൽ ആണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങള് പബ്ലിക് പോളിസിക്ക് ഒപ്പോസ് ആണ്, അങ്ങനെ പറഞ്ഞിട്ട് കോർട്ട് എന്ത് ചെയ്യാണ്, കോർട്ട് തീരുമാനിക്കാണ് അല്ലെങ്കിൽ വിധിക്കാണ്. അങ്ങനെയുള്ള ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതാണ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫ്രീ കൺസെന്റ്. അതായത് എന്താണ് ഫ്രീ കൺസെന്റ്? കൺസെന്റ് എന്താണ്? കൺസെന്റ് എന്ന് വെച്ചാല് ഒരു പേഴ്സൺ ഇപ്പൊ ഒരു ഓഫർ വെക്കാണ്, ഒരു പേഴ്സൺ ഒരു ഓഫർ വെക്കാണ്, ഒരു ഓപ്പോസിറ്റ് പേഴ്സൺ അത് ആക്സെപ്റ്റ് ചെയ്യാണ്. അതായത് അവർ രണ്ടാളും അതിൽ ഓക്കെ ആവാണ് അല്ലെ, അവർ രണ്ടാളും ഓഫർ വെച്ച ആളും അത് ആക്സെപ്റ്റ് ചെയ്ത ആളും എന്ത് ചെയ്യാണ്, അതില് ആ ഒരു ഇതില് എഗ്രി ചെയ്യാണ്, ഓക്കെ എന്ന് പറഞ്ഞിട്ട് എഗ്രി ചെയ്യാണ്. അതിന് പറയുന്ന പേരാണ് എന്ത്, കൺസെന്റ്. അതായത് എഗ്രി സെയിം തിങ് അപ്പോൺ ദി സെയിം സെൻസ്. അതായത് രണ്ടാളും കൂടെ രണ്ടാൾക്കും ഓക്കെ ആയിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാണ്. അതിനെ പറയുന്നതാണ് കൺസെന്റ്. ഇനി ഈ കൺസെന്റ് ഫ്രീ കൺസെന്റ് ആകുന്നത് എപ്പോഴാ? ഈ പറഞ്ഞ കൺസെന്റ് ഫ്രീ കൺസെന്റ് ആകുന്നത് എപ്പോഴാ? കൺസെന്റ് ഫ്രീ കൺസെന്റ് ആകുന്നത് താഴെ പറയുന്ന കാര്യങ്ങൾ കൊണ്ടല്ലാതെയാണ് ഒരാൾ സമ്മതിക്കുന്നതെങ്കിൽ, അതായത് ഒരാളുടെ കൺസെന്റ് നേടിയെടുക്കുന്നതെങ്കിൽ അതെന്താണ്, ഒരു ഫ്രീ കൺസെന്റ് ആണ്. ഇനി എന്താണ് താഴെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, കൊയേഷൻ. എന്താണ് കൊയേഷൻ? സെക്ഷൻ 15 കൊയേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കൊയേഷൻ മീൻസ് നമ്മൾ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് അയാളുടെ കൺസെന്റ് വാങ്ങിയെടുക്കുകയാണ്. ഇപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, എഗ്രിമെന്റ് വെച്ചു. അപ്പൊ ഞാൻ പോയിട്ട് ഫ്രണ്ടിനെ ഭീഷണിപ്പെടുത്താം, നീ ഈ കോൺട്രാക്റ്റില് ഓക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ നിന്നെ കൊല്ലും, അല്ലെങ്കിൽ നീ ഇപ്പൊ ഓക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് അയാളുടെ കൺസെന്റ് വാങ്ങിയെടുക്കുകയാണ്. അതെന്താണ്, അത് ഇല്ലീഗലാണ്. കാരണം എന്താ, അത് ഞാൻ ആളെ ഭീഷണിപ്പെടുത്തിയിട്ട് വാങ്ങിയെടുത്തതാ, ആള് സ്വമേധയാ സമ്മതിച്ചതല്ലോ. അപ്പൊ അതെന്താണ്, അത് ഇല്ലീഗലാണ്, അല്ലെങ്കിൽ അത് ഫ്രീ കൺസെന്റ് അല്ല. നെക്സ്റ്റ് വരുന്നതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അതായത് നമ്മള് വേറെ കുറെ സ്വാധീനങ്ങൾ ചെലുത്തിക്കൊണ്ട്, അതായത് നമ്മള് ഇപ്പം എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ് സ്വാധീനിച്ച് അങ്ങനെ കൊണ്ടുവന്ന ഒരാളെ കൺസെന്റ് എടുക്കുകയാണെങ്കിൽ അതെന്താണ്, അതൊരു ഫ്രീ കൺസെന്റ് അല്ല. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രോഡ്. ഒരാളുടെ കൺസെന്റ്, ഫ്രോഡ് വഴി ഒരാളുടെ കൺസെന്റ് നേടിയെടുക്കുന്നത് ശരിയാണ്? അല്ല. അതായത് നമ്മളിപ്പോ ഒരു കള്ളം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രോഡ് നടത്തിയിട്ട് ഒരാളുടെ കൺസെന്റ് വാങ്ങിയെടുക്കുകയാണ്, അത് ശരിക്കും എന്താണ്, അത് നമ്മൾ അയാളെ പറ്റിക്കുന്നതല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്തല്ല, അത് ഫ്രീ കൺസെന്റ് അല്ല. ഫ്രീ കൺസെന്റ് അല്ലാത്ത പക്ഷം ആ കോൺട്രാക്ട് എന്തല്ല, ഒരു വാലിഡ് കോൺട്രാക്ട് അല്ല. നെക്സ്റ്റ് വരുന്നതാണ് മിസ്റെപ്രസെന്റേഷൻ. മിസ്റെപ്രസെന്റേഷൻ മീൻസ്, അതായത് മിസ്റെപ്രസെന്റേഷൻ വരുന്നത് അതായത് നമ്മൾ ചീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കൂല ചിലപ്പോ, നമ്മൾ അറിയാതെ ചിലപ്പോ എന്തെങ്കിലും മിസ്റെപ്രസെന്റ് ചെയ്തു പോയി അങ്ങനെ ഒരാളുടെ കൺസെന്റ് വാങ്ങിയെടുക്കുകയാണ്. അതും എന്തല്ല, നമ്മൾ നേരായ കാര്യം പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ അയാളുടെ കൺസെന്റ് വാങ്ങിയെടുക്കുന്നത്. അപ്പൊ അതും എന്തല്ല, അതും ഒരു ഫ്രീ കൺസെന്റ് അല്ല. നെക്സ്റ്റ് ആണ് മിസ്റ്റേക്ക്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിലൂടെ, നമ്മൾ ശരിക്കും ചെയ്തതല്ലാത്തൊരു കാര്യത്തിലൂടെ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കിലൂടെ നമ്മൾ വേറെ ഒരാളുടെ എന്താണ് കൺസെന്റ് വാങ്ങിയെടുക്കുകയാണ്. അപ്പൊ അതെന്താവും, അതൊരു ഫ്രീ കൺസെന്റ് ആവുമോ? ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളിലും കൂടെ നേടിയെടുക്കുന്ന കൺസെന്റ് ആണെങ്കിൽ അതൊരു ഫ്രീ കൺസെന്റ് അല്ല. അപ്പൊ തന്നെ അതെന്തല്ല, ഫ്രീ കൺസെന്റ് അല്ലാത്ത പക്ഷം എസെൻഷ്യൽ എലമെന്റ്സ് അതിലില്ലല്ലോ, അപ്പൊ അതൊരു വാലിഡ് കോൺട്രാക്ട് ആവും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, നെക്സ്റ്റ് വരുന്നതാണ്
സെർട്ടൈനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. അതായത് നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിർത്തി, അതാണോ? അല്ല, നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് ഒരു കറക്റ്റായ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. അപ്പം ആ ഉദ്ദേശം എന്തായിരിക്കണം? പെർഫോം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റിന്റെ ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം. അല്ലാതെ നടക്കാത്തൊരു സാധനത്തിന് വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതെന്തല്ല, ഒരു വാലിഡ് കോൺട്രാക്ട് അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്, ഇനി ഓഫർ പറഞ്ഞ സമയത്ത് ഓഫർ, രണ്ട് ടൈപ്സ് ഓഫ് ഓഫർ ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ജനറൽ ഓഫർ, സെക്കൻഡ് വൺ ആണ് സ്പെസിഫിക് ഓഫർ. അപ്പൊ എന്താണ് സ്പെസിഫിക് ഓഫർ? എന്താണ് സ്പെസിഫിക് ഓഫർ? മീൻസ് ഒരു സ്പെസിഫിക് പേഴ്സൺ വേണ്ടിയിട്ട് മാത്രം ഒരു ഓഫർ മുന്നോട്ടേക്ക് വെക്കാണ്. അത് ഇപ്പോ ഒരു എയും ബിയും സിയും ഉണ്ടെങ്കിൽ എക്കും ബിക്കും സിക്കും അല്ലാതെ എക്ക് മാത്രമായിട്ട് ഒരു ഓഫർ വെക്കാണ്. എക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ എ മാത്രമേ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് എക്ക് മാത്രമായിട്ട് ഒരു ഓഫർ വെക്കാം. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓഫർ ആണ് എന്ത് സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ജോബ് ഓഫർ ലെറ്റർ വരികയാണ്. ജോബ് ഓഫർ ലെറ്റർ ജനറൽ പബ്ലിക്കിന് കൊടുക്കുകയാണ്? അല്ലല്ലോ, ഒരു വ്യക്തിക്ക്, അതായത് ആരാണോ അതിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു വ്യക്തിക്ക് ഓഫർ ലെറ്റർ പോവുക. അതൊരു എക്സാമ്പിൾ ഓഫ് സ്പെസിഫിക് ഓഫർ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ജനറൽ ഓഫർ. ജനറൽ ഓഫർ എന്താ? സ്പെസിഫിക് ഓഫർ മീൻസ് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ പിന്നെ ജനറൽ ഓഫർ എന്താ? അങ്ങനെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലാതെ ലാർജ് വേൾഡിന് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഓഫർ ആയിരിക്കും ജനറൽ ഓഫർ. ഇനി ഒരു ഓഫർ വെക്കുമ്പോൾ അതെന്തായിരിക്കണം? അതൊരു വാലിഡ് ഓഫർ തന്നെ ആയിരിക്കണം. അതായത് ഇപ്പോ എ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിനോട് എന്താ പറയാണ്? അയാളുടെ വീട് വിൽക്കാനുണ്ട് എന്ന് പറയാണ്. എ ബിയോട് പറയാണ്, ഞാൻ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ദിവസം, അങ്ങനെ ഇന്ന് കറക്റ്റ് ഡേറ്റ് ഒന്നുമില്ല, ഞാൻ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ദിവസം എന്റെ വീട് ഞാൻ എനിക്ക് വിൽക്കാം എന്ന് പറയാണ് എ ബിയോട്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എ പോയിട്ട് ഈ വീട് എടുത്തിട്ട്, അല്ലെങ്കിൽ വീടിന്റെ ആധാരം എടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണയം വെച്ചു. എ ബിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മിക്കണം. എന്നിട്ട് എ കൊണ്ടുപോയിട്ട് പണയം വെച്ചു ബാങ്കിൽ. പിറ്റേ ദിവസം തന്നെ ബി പോയിട്ട് എന്ത് ചെയ്തു? എന്റെ പേരിൽ ഒരു കേസ് അങ്ങ് കൊടുത്തു. എന്റെ പേരിൽ ഒരു കേസ് അങ്ങ് കൊടുത്തു. അപ്പൊ ഈ കേസിന് വാലിഡിറ്റി ഉണ്ടാവോ? കേസ് എടുക്കാൻ പറ്റുമോ എക്കെതിരെ? കേസ് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടുത്തെ ഓഫർ വാലിഡ് ഓഫർ ആണ്. വാലിഡ് ഓഫർ ആവുമോ? ഒരിക്കലും ആവില്ല. കാരണം എന്താണ്? എ എന്താണ് പറഞ്ഞത്? എ ബിയോട് എന്താണ് പറഞ്ഞത്? ഞാൻ എനിക്ക് മരിക്കുന്നതിന് മുന്നായിട്ട് എന്റെ ഒരു വീട് തരാന്നല്ലേ പറഞ്ഞേ? അത്രമാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതില് അതായത് അതില് സെയിൽ ചെയ്യുന്ന ടൈമോ, അല്ലെങ്കിൽ സെയിലിന്റെ പ്രൈസോ, അല്ലെങ്കിൽ ഒരു ടൈം എന്തെങ്കിലും ആയി പറഞ്ഞു ഇല്ല. അപ്പൊ അതെന്തല്ല, അതൊരു വാലിഡ് ഓഫർ അല്ല. അതുകൊണ്ട് തന്നെ ബിക്ക് എക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? കേസ് കൊടുക്കാൻ പറ്റൂല. കാരണം അതൊരു ഇൻവാലിഡ് ഓഫർ ആണ്, അല്ലേ? അതില് പ്രൈസ് പറഞ്ഞിട്ടില്ല, കറക്റ്റ് ഡേറ്റ് ഓഫ് അല്ലെങ്കിൽ കറക്റ്റ് ടൈം ഓഫ് സെയിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതെന്താണ്? അതൊരു ഇൻവാലിഡ് ഓഫർ ആണ്. അതായത് ഓഫർ എന്തല്ല, ക്ലിയർ അല്ല, കംപ്ലീറ്റ് അല്ല, അല്ലെ? അപ്പൊ അതൊരു ഇൻവാലിഡ് ഓഫർ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നേരത്തെ പറഞ്ഞ എസെൻഷ്യൽ എലമെന്റ്സിലെ ആക്സെപ്റ്റൻസ്. ആക്സെപ്റ്റൻസ് എന്താണ്? അഡ്മിറ്റിംഗ് ആൻഡ് എഗ്രീയിങ് ടു സംതിങ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓഫർ വെക്കാണ്, അത് ഓക്കെ, ആക്സെപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ആക്സെപ്റ്റ് ചെയ്യാണ്. ഇനി ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഓഫർ വെച്ചു, ഞാൻ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു, പിന്നെ എനിക്ക് തോന്നാണ് അയ്യോ വേണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ആ ആക്സെപ്റ്റൻസ് എന്ത് ചെയ്യാൻ പറ്റും? റിവോക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പൊ മാത്രമേ റിവോക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ആ ആക്സെപ്റ്റൻസ്, അതായത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ആയിട്ട് മാത്രമേ എനിക്ക് റിവോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ ഞാൻ ഒരാൾ ഓഫർ വെച്ചു, ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു, ഓക്കെ, ഓഫർ വെച്ച ആള് ഞാൻ ആക്സെപ്റ്റ് ചെയ്തത് അറിഞ്ഞു, നമ്മൾ ഓക്കെ ആയി. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് റിവോക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
കാരണം എന്താ, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് റിവോക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി കമ്മ്യൂണിക്കേഷൻ ആക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്? പുട്ട് ഇൻ എ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ഹിം ഇൻ കേസ് ഓഫ് എ പ്രപ്പോസൽ. അതായത് പ്രപ്പോസലിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓഫറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓഫർ വെച്ചാൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ആക്സെപ്റ്റർ ഇപ്പോ എങ്ങനെയാണ്, ഇപ്പൊ ഒരു ലെറ്റർ അയക്കാണ്, ഞാൻ ആക്സെപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയക്കാണെന്ന് വെക്കാം. അപ്പൊ ലെറ്റർ അയക്കുമ്പോ ഞാൻ ലെറ്റർ അയച്ചിട്ട് ആ ലെറ്റർ ഓഫററുടെ കയ്യിൽ കിട്ടുന്നത് വരെ എനിക്ക് ടൈം ഉണ്ട്. കിട്ടുന്നത് വരെ, അതായത് ഓഫറർ എന്റെ ആക്സെപ്റ്റൻസ് അറിയുന്നതിന് വരെ എനിക്ക് ടൈം ഉണ്ട് റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടൈം ഉണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാൻ പറ്റൂല. അതായത് പ്രപ്പോസർ എന്റെ ആക്സെപ്റ്റൻസ് അറിയുന്നതിന് മുന്നേ ആയിട്ട് എപ്പോ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവോക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വോയിഡ് അഗ്രിമെന്റ്സ്. എന്താണ് വോയിഡ് അഗ്രിമെന്റ്സ്? ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഇല്ലാത്ത അഗ്രിമെന്റ്സ് ആണ് വോയിഡ് അഗ്രിമെന്റ്സ്. അതായത് ഫസ്റ്റ് തന്നെ നമ്മളോട് കോൺട്രാക്ട് ആക്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നതെല്ലാം വോയിഡ് അഗ്രിമെന്റ്സ് ആണ്. അതൊരിക്കലും അതിന് എന്തൊക്കെ എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ടെങ്കിലും അതെന്താവൂല, അതൊരു വാലിഡ് അഗ്രിമെന്റ് ആവൂല. വാലിഡ് അഗ്രിമെന്റ് അല്ലാത്ത പക്ഷം അതെന്തല്ല, ഒരു വാലിഡ് കോൺട്രാക്ട് ആവൂല. എന്തൊക്കെയാണ് വോയിഡ് അഗ്രിമെന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് കൊണ്ട് വരുന്നതാണ് കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്ട്സ് ആർ അൺലോഫുൾ ഇൻ പാർട്ട്. സെക്ഷൻ 24 പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് കൺസിഡറേഷനും ഒബ്ജക്റ്റും, അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമല്ലോ, ആ ഏർപ്പെടുന്നതിന് ഒരു ഒബ്ജക്ട് എന്തൊക്കെയായിരുന്നു, ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല? അൺലോഫുൾ ആവാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഒരിക്കലും ഒരു അൺലോഫുൾ ആയിട്ട് കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. കൺസിഡറേഷൻ ഇല്ലാതെ ഒരു കോൺട്രാക്ട് വെക്കാണ്, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് വെക്കാണ്, നടക്കുമോ? നടക്കൂല. കാരണം എന്തേ? കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്, വോയിഡ് അഗ്രിമെന്റ്സിന്റെ അഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് എ വോയിഡ് അഗ്രിമെന്റ് ആണെന്ന് പറയും. അപ്പൊ അതെന്തല്ല, അതായത് ഒരു കൺസിഡറേഷൻ ഇല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ ബിക്ക് വീട് വെക്കാണ്. അപ്പൊ എ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തരണ്ട, ഞാൻ വീട് എഴുതി തരാന്ന് പറയാം. ഒരു 25 ലാഖ് വിലയുള്ള ഒരു വീടാണ്. ബിയോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തരണ്ട, എന്റെ വീട് നീ എടുത്തോന്ന് പറയാണ്. അതൊരു കോൺട്രാക്ട് ആവോ? ഇല്ല. കാരണം എന്താ? അതിൽ കൺസിഡറേഷൻ ഇല്ല. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് അഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് മാരേജ്. അതായത് മാരേജിൽ നിന്ന് എതിർത്തിട്ട്, ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ എയർ ഹോസ്റ്റസ് ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവും. അവരിൽ അങ്ങനെ ചില കേസുകളിലൊക്കെ ഇങ്ങനെ പറയും, ഇത്ര വയസ്സ് വരെ ഈ ജോലിയിൽ വരികയാണെങ്കിൽ ഇത്ര വയസ്സ് വരെ എന്ത് ചെയ്യാൻ പാടില്ല, മാരേജ് കഴിക്കാൻ പാടില്ല. അതെന്താണ്? അതൊരു വോയിഡ് അഗ്രിമെന്റ് ആണ്. കാരണം എന്താ? അഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് മാരേജ് വോയിഡ് അഗ്രിമെന്റ് ആണെന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 മെൻഷൻ ചെയ്തിട്ടുണ്ട്, സെക്ഷൻ 26. അപ്പോൾ അഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് മാരേജ് എന്താണ്? ഒരു വോയിഡ് അഗ്രിമെന്റ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് അഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ട്രേഡ്. അതായത് ഒരാൾ ഒരു ട്രേഡിങ് തുടങ്ങാൻ പോവാണ്. അപ്പൊ അയാളോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കൂടാ. ഓക്കെ. അഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ട്രേഡ്, അതായത് ഇപ്പൊ ഒരു കച്ചവടം തുടങ്ങാൻ പോവാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് കച്ചവടം ചെയ്യുന്ന ഒരാൾ പറയാണ്, നിങ്ങൾ ഇവിടെ കച്ചവടം തുടങ്ങാനൊന്നും പറ്റില്ല, അത് എന്റെ ഏരിയ ആണ് എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞേക്കാൻ പറ്റുമോ? പറഞ്ഞേക്കാൻ പറ്റില്ല. കാരണം എന്താ? അഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ട്രേഡ് എന്താണ്? ഒരു വോയിഡ് അഗ്രിമെന്റ് ആണെന്ന്
ആര് പറഞ്ഞിട്ടുണ്ട്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 27 പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ എന്താണ്, ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ കണ്ണൂർ ടൗണില് കാൽടെക്സിൽ ഒരു ഹോട്ടൽ തുടങ്ങി. തൊട്ടപ്പുറത്ത് തന്നെ വൈ എന്ന് പറയുന്ന ഒരു വ്യക്തി ഹോട്ടൽ തുടങ്ങാൻ വേണ്ടിയിട്ട് വരികയാണ് തൊട്ടപ്പുറത്ത്. അപ്പൊ എക്സിന് വൈനോട് പറയാൻ പറ്റുമോ നീ ഇവിടെ തുടങ്ങാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. അതായത് നമ്മുടെ ലീഗൽ പ്രൊസീഡിങ്സിനെ റെസ്ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ, അതായത് നിയമ നടപടികൾ നടപ്പിലാക്കുന്നതിനെതിരായിട്ട് എന്തെങ്കിലും അഗ്രിമെന്റ് വെക്കുന്നുണ്ടെങ്കിൽ അതെന്തല്ല, അതൊരിക്കലും ഒരു വോയിഡ് അഗ്രിമെന്റ് അല്ല, സോറി വാലിഡ് അഗ്രിമെന്റ് അല്ല, അതൊരു വോയിഡ് അഗ്രിമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അഗ്രിമെന്റ് വോയിഡ് ഫോർ അൺസർട്ടനിറ്റി. അതായത് നമ്മൾ നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അഗ്രിമെന്റ് വെക്കുകയാണ്. അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ, അതായത് ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അഗ്രിമെന്റ് വെക്കുകയാണ്. അതെന്താണ്? അത് വോയിഡ് അഗ്രിമെന്റ് ആണ്. കാരണം എന്താ, അതൊരിക്കലും നടക്കില്ലല്ലോ. അപ്പൊ അതെന്തല്ല, ഒരു വാലിഡ് അഗ്രിമെന്റ് അല്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അഗ്രിമെന്റ് ബൈ വേ ഓഫ് വേജർ. വേജർ അഗ്രിമെന്റ് എന്താണ്? അഗ്രിമെന്റ് ബൈ വേ ഓഫ് വേജർ, അതായത് ബെറ്റ് വെക്കില്ല നമ്മൾ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ അവിടെ എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി വൈയു ആയിട്ട് എക്സ് വൈയു ആയിട്ട് എന്ത് ചെയ്യാണ്, ഒരു അഗ്രിമെന്റ് വെക്കുകയാണ് അല്ലെ. അതായത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കാണ്. അപ്പോ എക്സ് വൈയോട് പറയാണ് എന്താ, പാകിസ്ഥാൻ ജയിച്ചാല്, അതായത് ഈ മാച്ചിൽ, ക്രിക്കറ്റ് മാച്ചിൽ പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, എന്ത് പറ്റും? എക്സ് വൈക്ക് 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞു. നാളെ പാകിസ്ഥാൻ ജയിച്ച് എക്സ് വൈക്ക് 1 കോടി രൂപ കൊടുത്തിട്ടില്ല. വൈക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറ്റുമോ? എന്നാലും എനിക്ക് എക്സ് തരാന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഇതുവരെ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എക്സിന് വൈക്ക് കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടില് എന്ത് പറഞ്ഞിട്ടുണ്ട്? അഗ്രിമെന്റ് ബൈ വേ ഓഫ് വേജർ ഒരു വോയിഡ് അഗ്രിമെന്റ് ആണെന്ന് സെക്ഷൻ 13 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 നമുക്ക് പറഞ്ഞു. സെക്ഷൻ 30 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഈ കോൺട്രാക്ട്. എന്താണ് ഈ കോൺട്രാക്ട്? പേപ്പർലെസ് കോൺട്രാക്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഈ കോൺട്രാക്ട്, അല്ലെങ്കിൽ പേപ്പർലെസ് കോൺട്രാക്ട്, അല്ലെങ്കിൽ കോൺട്രാക്ട് ഇൻ ഇലക്ട്രോണിക് ഫോം. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കോൺട്രാക്ട് ജസ്റ്റ് ഒരു അഗ്രിമെന്റ് കൊണ്ട് മാത്രം അതൊരു കോൺട്രാക്ട്, വാലിഡ് കോൺട്രാക്ട് ആവില്ല എന്ന് പറഞ്ഞു. അപ്പോ നോർമൽ കോൺട്രാക്ടിന്റെ പോലെ തന്നെ ഈ കോൺട്രാക്ടിനും എന്തുണ്ട്? എസെൻഷ്യൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ട്. എന്നാൽ മാത്രമേ അത് ലീഗലി എന്താവുള്ളൂ, എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവങ്ങൾ വരുന്നത്. ഓഫർ ഉണ്ട്, അക്സെപ്റ്റൻസ് ഉണ്ട്, കൺസിഡറേഷൻ ഉണ്ട്, ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഉണ്ട്, ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട് ഉണ്ട്, ഫ്രീ കൺസെന്റ് ഉണ്ട്, സെർട്ടനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഉണ്ട്. സെയിം സാധനം തന്നെയാണ് എന്തിനും വരുന്നത്? നോർമൽ കോൺട്രാക്റ്റിലും എസെൻഷ്യൽ എലമെന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഒരു കോൺട്രാക്റ്റില് എല്ലാ വ്യക്തികൾക്കും കയറി എന്ന് എന്താ എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാ വ്യക്തികൾക്കും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 11 പറഞ്ഞിട്ടുണ്ട്. എന്താണ് സെക്ഷൻ 11 എന്താണ് പറഞ്ഞിട്ടുള്ളത്? സെക്ഷൻ 11 പറഞ്ഞിട്ടുണ്ട് ഹു ആർ കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട്. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പ്രകാരം എല്ലാവർക്കും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റൂല. ചില ആൾക്കാർക്ക് എന്തുണ്ട്? കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു സാധനം ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് എന്ത്? മൈനർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുമോ? ഒരു മൈനർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും? ഇല്ല, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. മൈനറും ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് തന്നെ എന്താണ്? വോയിഡ് ആണ്. അതായത് വോയിഡ് അബ് ഇനീഷ്യോ ആണ്. സ്റ്റാർട്ടിങ് തൊട്ട് അത് വോയിഡ് വാലിഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി അതിനില്ല.
അതിനെ പറയുന്നതാണ് എന്ത് വോയിഡ് അബ് ഇനിഷ്യോ എന്ന് പറയുന്നത്. ആ ടൈപ്പ് ഓഫ് അഗ്രിമെന്റ് വോയിഡ് അബ് ഇനിഷ്യോ ആണ്. Minor cannot be held liable on an arrangement on the ground that since earlier he had asserted that he had attained majority. അതായത് എന്താണ് പറയുന്നത് ഇപ്പൊ മൈനർ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ പി എന്ന് പറയുന്ന ഒരു മൈനർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു ഒരു 2 വർഷം കഴിയുമ്പോൾ പി എന്ത് ചെയ്തു മെജോറിറ്റി അറ്റൈൻ ചെയ്തു. അതായത് ആള് ലീഗലി എന്തായി മേജറായി, മൈനർ എന്നുള്ള ഒരു പൊസിഷൻ കഴിഞ്ഞ് മേജറായി. ഈ സമയത്ത് എന്താണ് അതായത് മുന്നേ അതായത് എന്താ പറയാ മേജർ ആവുന്നതിന് തൊട്ട് മുന്നേ അയാൾ ഓൾറെഡി അവിടെ പാർട്ടി ആയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഈ മൈനർ ആ കോൺട്രാക്റ്റിൽ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന് ഇയാള് മെജോറിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ എന്തല്ല ലയബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് അപ്ലൈ ടു മൈനർ. എന്താണ് ഡോക്ട്രിൻ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ? ഇറ്റ് മീൻസ് അതായത് നമ്മള് എന്താണ് നമ്മുടേതല്ലാത്തൊരു ബെനിഫിറ്റ് എടുക്കാണ്, വേറൊരാൾക്കുള്ള ബെനിഫിറ്റ് നമ്മൾ എടുക്കാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, നമ്മളത് തിരിച്ചു കൊടുക്കാൻ, അതായത് അതിന്റെ ശരിയായ ഓണർക്ക് തിരിച്ചു കൊടുക്കാൻ എന്താണ് നമ്മൾ ലയബിൾ അല്ലേ. പക്ഷെ ഒരു ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിൽ മൈനർ ഇപ്പൊ വേറൊരാളുടെ എന്തെങ്കിലും ബെനിഫിറ്റ് റിസീവ് ചെയ്തു, വോയിഡ് അഗ്രിമെന്റ് വഴി റിസീവ് ചെയ്തു. പക്ഷെ അത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ ആര് ലയബിൾ അല്ല, ഒരു മൈനറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലയബിലിറ്റി വരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് നോ റെക്ടിഫിക്കേഷൻ ഓൺ അറ്റൈനിങ് മെജോറിറ്റി. അതായത് ഒരു മൈനർ മേജർ ആവാണ്, മേജർ ആവുന്ന സമയത്ത് മൈനർ ഒരു അഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അയാൾ മൈനർ ആയിട്ടുണ്ടാകുന്ന സമയത്ത് അയാൾ ഒരു അഗ്രിമെന്റിൽ ഏർപ്പെട്ടു. അതിനുശേഷം അയാള് എന്തായി മേജറായി. കുറെ വർഷത്തിന് ശേഷം അവര് മേജറായി. അങ്ങനെയാവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾ മൈനർ ആയിട്ടുണ്ടായിരിക്കുമ്പോ ഒരു അഗ്രിമെന്റ് കൺഫേം ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. എപ്പോ ഓൺ അറ്റൈനിങ് മെജോറിറ്റി, അതായത് മേജർ ആയ ശേഷം ഇയാള് മൈനർ ആയിരിക്കുമ്പോ ചെയ്ത കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല മേജർ ആവുന്ന ടൈമിൽ. നെക്സ്റ്റ് വരുന്നതാണ് മൈനർ ആസ് ആൻ ഏജന്റ്. കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു മൈനർക്ക് ഏജന്റ് ആയിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. അതായത് ഇപ്പൊ വേറൊരാൾക്ക് ഏജന്റ് എന്ന് വെച്ചാൽ എന്താ? ഏജന്റ് എന്ന് വെച്ചാൽ വേറൊരാൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് അയാളുടെ ബിഹാഫിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് ഏജന്റ് അല്ലേ. അപ്പൊ മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഏജന്റ് ആയിട്ട് മൈനറിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അത് വാലിഡ് തന്നെയാണ്. പക്ഷേ ഈ മൈനർ എന്തല്ല, ഈ മൈനർ ഒരിക്കലും പേഴ്സണലി ലയബിൾ ആയിരിക്കില്ല. അതായത് മൈനർ ഒരു ഏജന്റ് ആയിട്ട് ഒരു കോൺട്രാക്റ്റിൽ കയറി അയാൾ ഈ മൈനറിന്റെ എന്തെങ്കിലും ഒരു ആക്ട് കാരണം അവിടെ എന്തെങ്കിലും ഒരു ലോസ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഇമ്പയർമെന്റ് സംഭവിക്കുകയോ ചെയ്തു മൈനറിന്റെ ആക്ട് പ്രകാരം. ഇതിന് മൈനർ എന്തായിരിക്കില്ല പേഴ്സണലി ലയബിൾ ആയിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് മൈനേഴ്സ് ലയബിലിറ്റി ഫോർ നെസസിറ്റീസ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നെസസിറ്റീസ്
സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ഇപ്പം മൈനർക്ക് വേണ്ട, അതായത് നമ്മുടെ അത്യാവശ്യങ്ങളായ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഇല്ലേ, ഇപ്പൊ ഫുഡ് അല്ലെങ്കിൽ ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മൈനർ എന്താണ് എന്താണ് ലയബിൾ ആയിരിക്കും. ലയബിൾ ആയിരിക്കും, അതായത് നെസസിറ്റീസിന് എപ്പോഴും മൈനറിൽ ലയബിലിറ്റി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഫസ്റ്റ് വൺ മൈനർ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. എന്താണ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്? പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് വെച്ചാൽ നോർമൽ അല്ലാത്ത ഒരാളിനെയാണ് നമ്മൾ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും? ഇല്ല. ആർക്ക് മാത്രമേ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ? പേഴ്സൺ ഓഫ് സൗണ്ട് മൈൻഡിന് മാത്രമേ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ ലുണാറ്റിക് എന്താ, ലുണാറ്റിക് വെച്ചാല് ചില സിറ്റുവേഷൻസിൽ അവരെന്തായിരിക്കും, അവര് നോർമൽ ആയിരിക്കും, നോർമൽ ബിഹേവിയർ തന്നെ. പക്ഷെ ചില സിറ്റുവേഷനിൽ അവരെന്തായിരിക്കും, അവര് അബ്നോർമൽ ആയിരിക്കും. അതായത് അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനോ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനോ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരാളിനെ പറയുന്ന പേരാണ് എന്ത്, ലുണാറ്റിക് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ലുണാറ്റിക് പേഴ്സണ് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളൊരു ലുണാറ്റിക് സിറ്റുവേഷനിൽ ഉള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ എന്തല്ല, അയാള് കാര്യങ്ങൾ തിരിച്ചറിയാൻ അല്ലെങ്കിൽ എന്താ നടക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിട്ട് എന്തല്ല, അയാൾ കേപ്പബിൾ അല്ല. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലുണാറ്റിക് സിറ്റുവേഷനിൽ ഉള്ള സമയത്ത് അയാൾക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇനി ഇൻ കേസ് അയാൾ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതെന്തല്ല, അതൊരു വാലിഡ് കോൺട്രാക്ട് അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് അതർ ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്, ഏലിയൻ ഇനിമി. ഏലിയൻ ഇനിമിയായിട്ട് നമുക്ക് ഒരു അഗ്രിമെന്റ് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ കയറാൻ പറ്റും? ഇല്ല. നെക്സ്റ്റ് ആണ് ഫോറിൻ ആൻഡ് അംബാസിഡേഴ്സ്. ഇങ്ങനെയുള്ള ഈ ടൈപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അഗ്രിമെന്റ് വെക്കാനോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനോ പറ്റില്ല. നെക്സ്റ്റ് കൺവിക്ട്, അതായത് ഇപ്പൊ കൺവിക്ഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അങ്ങനെയുള്ള ഒരാളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റ് വെക്കാനോ പറ്റില്ല. അങ്ങനെ വെച്ചാൽ തന്നെ അതെന്തല്ല, ഒരു വാലിഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു വാലിഡ് അഗ്രിമെന്റ് അല്ല. നെക്സ്റ്റ് വരുന്നതാണ് ഇൻസോൾവെന്റ്. ഇൻസോൾവെന്റുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുമോ? അങ്ങനെ ഏർപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതും എന്താണ്, അതും ഒരു ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ ആണ് ഇൻസോൾവെന്റ് എന്നത്. നെക്സ്റ്റ് ആണ് കമ്പനി ഓർ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. കമ്പനിക്കോ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്കോ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇനി ഇൻ കേസ് പറ്റും, എങ്ങനെയാണെങ്കിൽ മാത്രം കമ്പനി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ MOAയിൽ AOAയിലൊക്കെ പറയണം, അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ഏർപ്പെടാൻ പറ്റും. നോർമൽ കേസിൽ കമ്പനിക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. അല്ലെ, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് വെച്ചാൽ എന്താ, ഡിസ്ചാർജ് എന്ന് വെച്ചാൽ എന്താ കഴിയല്ല അല്ലെങ്കിൽ ഒഴിവാക്കി പോവല്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് മീൻസ് ഒബ്ലിഗേഷൻ ക്രിയേറ്റഡ് ബൈ എ കോൺട്രാക്ട് കംസ് ടു ആൻ എൻഡ്. അതായത് ഒരു കോൺട്രാക്ടിന്റെ ഒബ്ലിഗേഷൻസ് ഒക്കെ കഴിഞ്ഞ് അതൊരു എൻഡിലേക്ക് വരികയാണ്, അത് കഴിയാണ്, അതായത് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിയാണ്. അതിനെ പറയുന്നതാണ് എന്ത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി അതിൽ നമുക്കുള്ളതാണ്, പഠിക്കാനുള്ളതാണ് മോഡ്സ് ഓഫ് ഡിസ്ചാർജ്. അതായത് ഏതൊക്കെ തരത്തിൽ ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടാം എന്നതാണ് മോഡ്സ് ഓഫ് ഡിസ്ചാർജിൽ ഉള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബൈ പെർഫോമൻസ്, ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. അതുപോലെ തന്നെ സെക്കൻഡ് വണ്ണാണ് ഡിസ്ചാർജ് ബൈ അഗ്രിമെന്റ്സ്. അതുപോലെ തേർഡ് വൺ ബൈ ലാപ്സ് ഓഫ് ടൈം. നെക്സ്റ്റ് വൺ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. നെക്സ്റ്റ് ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ചാർജ് ബൈ ബ്രീച്ച്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ നോക്കാം, എന്താണ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. അതായത് നമ്മൾ ഇതിൽ എന്തുണ്ട്, ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്തുണ്ട്, 2 ടൈപ്പ് ഉണ്ട്. അതായത് ഒന്ന് ആക്ച്വൽ പെർഫോമൻസ് ഉണ്ട്, 2 അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ കോൺട്രാക്ടിന്റെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, അത് പെർഫോം ചെയ്ത് കഴിയുവാണ്. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്നും ചെയ്യാനില്ല, അത് ഓൾറെഡി പെർഫോം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ
എന്താ അതെന്താണ്? അത് ഡിസ്ചാർജ് ആണ് അല്ലേ? നമുക്കിതൊന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ ആ കോൺട്രാക്ട് വെച്ചോണ്ടിരിക്കുന്ന കാര്യമുണ്ടോ? അത് അവിടെ വെച്ച് ഡിസ്ചാർജ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത് എന്ത് ഡിസ്ചാർജ് ബൈ അഗ്രിമെന്റ്. അതായത് പാർട്ടീസ് കോൺട്രാക്റ്റിലെ പാർട്ടീസ് ഉണ്ടാവുമല്ലോ, പാർട്ടീസിന്റെ എല്ലാ പാർട്ടീസിന്റെയും സമ്മതത്തോടു കൂടി എന്ത് ചെയ്യാണ് അഗ്രിമെന്റ് ഡിസ്ചാർജ് ചെയ്യാണ്. ഓക്കെ, അതാണ് കോൺട്രാക്ട് ബൈ അഗ്രിമെന്റ്. അതിന് കുറച്ച് ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ചെയ്യുന്നതാണ് എന്ത് നൊവേഷൻ. നൊവേഷൻ മീൻസ് പുതുക്കൽ എന്നൊക്കെ പറയും മലയാളത്തിൽ. അതായത് നമ്മളിപ്പോ ഉള്ളതിനെ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഉള്ളതിനെ നൊവേഷൻ ചെയ്തിട്ട് പുതിയൊരു കോൺട്രാക്ട് ആക്കാം. അപ്പൊ ഇപ്പൊ ഉള്ള കോൺട്രാക്ട് എന്ത് ചെയ്യും, അത് ഡിസ്ചാർജ് ആയി പോകുമല്ലോ. എന്നിട്ട് അവിടെ എക്സിസ്റ്റിംഗ് കോൺട്രാക്ടിന് പകരം എന്ത് ചെയ്യാണ്, പുതിയൊരു കോൺട്രാക്ട് വരികയാണ് അല്ലെ. അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് ഇത് ആൾട്ടറേഷൻ. അതായത് എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് എന്ത് ചെയ്യാണ്, ആൾട്ടർ ചെയ്യാണ്. ഓക്കെ, അതായത് എന്തെങ്കിലും മെറ്റീരിയൽ ആൾട്ടറേഷൻസ് വരുത്താണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ഇപ്പൊ നിലവിലുള്ള കോൺട്രാക്ട് എന്ത് ചെയ്യും, ഡിസ്ചാർജ് ആവും. പകരം പുതിയൊരു കോൺട്രാക്ട്, അതായത് ഈ ആൾട്ടർ ചെയ്ത് വന്ന ടേംസ് വെച്ചിട്ട് പുതിയൊരു കോൺട്രാക്ട് വരും. നെക്സ്റ്റ് വരുന്നതാണ് റെസിഷൻ, അതായത് ക്യാൻസലേഷൻ. ഇപ്പൊ ഉള്ള കോൺട്രാക്ട് എന്താണ് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് റെവിഷൻ. തൊട്ടടുത്തത് വരുന്നത് വേവർ. അതായത് വേവർ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുകയാണ്, നമ്മൾ വേണ്ടാന്ന് വെക്കുക, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഡിസ്ചാർജിനെയാണ് വേവർ എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ എന്ത് വേണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ പാർട്ടീസിന്റെയും എന്ത് വേണം, കൺസെന്റ് വേണം. അതായത് കോൺട്രാക്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാം, ഈ തരത്തിൽ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാ പാർട്ടീസും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലാപ്സ് ഓഫ് ടൈം. ഓക്കെ, എന്താണ് ലാപ്സ് ഓഫ് ടൈം? നമ്മളെ കോൺട്രാക്ട് ഒരു 6 മന്ത്സിലേക്കാണ് കോൺട്രാക്ട് നമ്മൾ എൻറ്റർ ചെയ്തത്. ഓക്കെ, പക്ഷെ എന്തായിട്ടില്ല, നമുക്ക് 6 മന്ത് കൊണ്ട് കോൺട്രാക്ട് എന്തായിട്ടില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റിയിട്ടില്ല. അതൊരു 6 മന്ത് കടന്ന് ഒരു 8 മന്തിലേക്ക് പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് ലാപ്സ് ഓഫ് ടൈം ആണ്. അവിടെ 6 മന്ത്സിലേക്ക് മാത്രമായിരിക്കും ആ കോൺട്രാക്ട് നിലനിൽക്കുക. അപ്പൊ എന്താ, ആ കോൺട്രാക്ട് അവിടെ ഡിസ്ചാർജ് ആയി പോയി എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഓപ്പറേഷൻ ഓഫ് ലോ. അതിലെന്താണ് വരുന്നത്, ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഡെത്ത്. നെക്സ്റ്റ് ഇൻസോൾവെൻസി, അൺഓതറൈസ്ഡ് മെറ്റീരിയൽ ആൾട്ടറേഷൻ, മെർജർ. അതായത് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടേണ്ടി വരികയാണ്. അപ്പൊ ഒരു കോൺട്രാക്റ്റിൽ ഇപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇപ്പൊ ഒരു എ ഉണ്ട്, ഒരു ബി ഉണ്ട്. ഇതില് ബി എന്ന് പറയുന്ന ആള് മരിച്ചു പോവാണ്. അതായത് ബി എന്ന് പറയുന്ന ആളിനി ഇല്ല. അപ്പൊ ഇനി എക്ക് മാത്രമായിട്ട് ആ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പുറത്തെ ഒരു ഓപ്പോസിറ്റ് പാർട്ടി ഇല്ലല്ലോ. അപ്പൊ ഡെത്ത് ഒരു മോഡ് ഓഫ് ഡിസ്ചാർജ് ആണ്. നെക്സ്റ്റ് ആണ് ഇൻസോൾവെൻസി. ഇപ്പൊ പറഞ്ഞ ഈ കേസിൽ എ ഉണ്ട്, ബി ഉണ്ട്. ബി എന്താവാണ്, ബി ഇൻസോൾവെന്റ് ആവാണ് അല്ലെ. ബി ഇൻസോൾവെന്റ് ആയാൽ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പിന്നെ കോൺട്രാക്ട് മുന്നോട്ടേക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് വാലിഡ് അല്ലാന്ന് നമുക്ക് എവിടെ ഫസ്റ്റ് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇൻസോൾവെന്റ് ആയിട്ടുള്ള ബിയു ആയിട്ട് എക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ എന്താവും, ബിന്റെ ഇൻസോൾവെൻസി ഇവിടെ ഡിസ്ചാർജിന് കാരണമാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അൺഓതറൈസ്ഡ് മെറ്റീരിയൽ ആൾട്ടറേഷൻ. എന്താണ് അങ്ങനെ പറഞ്ഞ, അതായത് നമ്മള് കോൺട്രാക്ടിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഇന്ന കാര്യങ്ങൾ, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുള്ള് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതില് എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഓൾട്ടറേഷൻ വരികയാണെങ്കിൽ, അതായത് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ എന്താണ് അതിന്റെ ടേംസ് ഒക്കെ മാറുകയാണ്. അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത ടേംസ് മാറിപ്പോവാണ്. അതെന്താണ്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതെന്ത് ചെയ്യപ്പെടും, ആ കോൺട്രാക്ട് എന്ത് ചെയ്യപ്പെടും, അത് ഡിസ്ചാർജ് ചെയ്യപ്പെടും. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ പേയ്മെന്റിന്റെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും,
എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്ലേസും എന്ത് ചെയ്തിട്ടുണ്ടാവും, എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത് രണ്ടും മാറ്റാണ്. ഇത് രണ്ടും മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് മെറ്റീരിയൽ ഓൾട്ടറൈസേഷൻ ആണ്, അൺഓതറൈസ്ഡ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആണ്. അതെന്താണ്? അത് ഡിസ്ചാർജിന് ഒരു റീസൺ ആണ്, അല്ലെ? നെക്സ്റ്റ് ആണ് മെർജർ. അതായത് മെർജ് ചെയ്യാണ്. ഇപ്പൊ ഒരു എയും ബിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്, സിയും ഡിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഒരു പഴയ ഒരു കോൺട്രാക്ട് അവിടെ ഉണ്ടോ? എയും ബിയും തമ്മിലുള്ളതും സിയും ഡിയും തമ്മിലുള്ളതും ആയ കോൺട്രാക്ട് അവിടെ ഉണ്ടോ? അങ്ങനെ രണ്ട് കോൺട്രാക്ട് അവിടെ ഉണ്ടോ? ഇല്ല. എന്തേ ഉള്ളൂ? എയും ബിയും സിയും ഡിയും ഉള്ള ഒരു കോൺട്രാക്ട് മാത്രമേ അവിടെയുള്ളൂ, അല്ലേ? എ പ്ലസ് ബി ഉള്ളത് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് സി പ്ലസ് ഡി ഉള്ളതുണ്ടോ? ഇല്ല. ഇത് രണ്ടും കൂടെ പോയിട്ടാണ് എന്ത് എ ബി സി ഡി എന്നുള്ള ഈ ഒരു കോൺട്രാക്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതും എന്താണ്? ഇതും ഒരു ഡിസ്ചാർജ് ആണ്, മോഡ് ഓഫ് ഡിസ്ചാർജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. എന്താണ് ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്? എന്താണ്? നമുക്ക് ഇമ്പോസിബിൾ അല്ല ഇനി ആ കാര്യം ചെയ്തു തീർക്കും. നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യേ വഴിയുള്ളൂ? കോൺട്രാക്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയേ വഴിയുള്ളൂ, അല്ലേ? കാരണം എന്താ? നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ പിന്നെ അതും കൊണ്ട് മുന്നോട്ട് എന്ത് കാര്യമുള്ളേ? അപ്പൊ അത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാ? ക്യാൻസൽ ചെയ്യാ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ചാർജ് ബൈ ബ്രീച്ച്. അതായത് നമ്മുടെ എന്താ പറയണ്ടേ, എഗ്രിമെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവല്ലോ, ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവല്ലോ. അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഒരു കോൺട്രാക്ടിന്റെ ഒരു ടേം ഉണ്ടാവും. ആ ടേം എന്ത് ചെയ്യാണ്? അല്ലെങ്കിൽ കോൺട്രാക്ടിന്റെ കണ്ടീഷൻ ഉണ്ടാവും. കണ്ടീഷൻ എന്ത് ചെയ്യാണ്? ബ്രീച്ച് ചെയ്യാണ്. അതെന്താണ്? കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടാനുള്ള വേറൊരു കാരണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? സ്പെഷ്യൽ കോൺട്രാക്ട്. ഓക്കെ, സ്പെഷ്യൽ കോൺട്രാക്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. എന്താണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഒരു ടേം ആണ്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വേറൊരു ടേം ആണ്. സെക്ഷൻ 124 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ത് പറഞ്ഞിട്ടുള്ളത്? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അഗ്രിമെന്റ് where one party promises to compensate another party. അതായത് ഒരു പാർട്ടി വേറൊരു പാർട്ടിനോട് പ്രോമിസ് ചെയ്യാണ് എന്ത്? for a loss caused by the conduct of the indemnifier themselves or by someone else. അതായത് എന്താണ് ഒരു ലോസ് വരികയാണ്. ഓക്കെ, ഒരു ലോസ് വരികയാണ്. അതായത് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്, ഒരു ബി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്. അപ്പൊ ബിക്ക് ഒരു ലോസ് വരികയാണ്. അപ്പൊ എ ബിനോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നിനക്ക് എന്തെങ്കിലും ലോസ് വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് തരാം? ഞാൻ ഇൻഡെംനിഫൈ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ അവസ്ഥ? അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് എന്താണ്? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. ഓക്കെ, ഇതൊരു ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. അതായത് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി
ഉണ്ട്, വൈ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്, ഇസെഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി വേറെ ഉണ്ട്. അപ്പോ എന്ത് ചെയ്യാണ്, ഈ വൈയും ഇസെഡും കൂടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ആ സമയത്താണ് ആര് വരുന്നത് എക്സ് വരുന്നത്. എക്സ് വന്നിട്ട് എന്ത് ചെയ്യാണ്, വൈനോട് പറയാണ്, എക്സ് വന്നിട്ട് വൈനോട് പറയാണ്, നിനക്ക് എന്തെങ്കിലും ഈ ഒരു കോൺട്രാക്ട് നിനക്ക് എന്തെങ്കിലും ഒരു ലോസ് വരികയാണെങ്കിൽ അത് ഞാൻ ഇൻഡെംനിഫൈ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് എക്സ് വരികയാണ്. ഇതെന്താണ്, ഇതൊരു കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്, ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. ഇവിടെ ആരാണ് ഇൻഡെംനിഫയർ ഇവിടെ ഇൻഡെംനിഫയർ ആയിട്ട് വരിക? അതായത് ആരാണോ ലോസ് നികത്തി കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് ആ ഒരു വ്യക്തിയെ പറയുന്നതാണ് എന്ത്, ഇൻഡെംനിഫയർ. ഇവിടെ ആരാണ്, ഇവിടെ ഇപ്പൊ എക്സ് വൈയോടല്ലേ പറഞ്ഞേ ഞാൻ നിന്റെ ലോസ് ഒക്കെ ഇൻഡെംനിഫൈ ചെയ്ത് തരാമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ആണ് ഇത് ഇവിടെ ഇൻഡെംനിഫയർ. അതായത് എക്സ് വൈയോടാണ് പറയുന്നത് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാം, ഇൻഡെംനിഫൈ ചെയ്ത് തരാം എന്ന് പറയുന്നു. അപ്പൊ എക്സ് ഇവിടെ ആരാണ്, ഇൻഡെംനിഫയർ ആണ്. അതായത് ആരാണോ പ്രോമിസ് ചെയ്യുന്നത് കോമ്പൻസേറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്യുന്നത് അവരെ പറയുന്ന പേരാണ് എന്ത്, ഇൻഡെംനിഫയർ. ഇവിടത്തെ കേസിൽ അത് എക്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് വൈ, അതായത് ഇൻഡെംനിറ്റി ഹോൾഡർ. എക്സ് വൈക്കാണ് എന്ത് ചെയ്തു കൊടുക്കുന്നത്, ഇൻഡെംനിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇൻഡെംനിഫൈ ഹോൾഡർ ആരാണ്, വൈ ആണ് അല്ലെ. ആർക്കാണോ പ്രോമിസ് കൊടുക്കുന്നത്, ടു ഹൂം ദ പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഈസ് മെയ്ഡ്, അതായത് ആർക്കാണോ കോമ്പൻസേറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് പ്രോമിസ് കൊടുക്കുന്നത് അവർ പറയുന്ന പേരാണ് എന്ത്, ഇൻഡെംനിറ്റി ഹോൾഡർ. ഇവിടുത്തെ കേസിൽ ആരാണ്, ബി ആണ് ഇവിടെ ഇൻഡെംനിറ്റി ഹോൾഡർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഓക്കെ, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി സെക്ഷൻ 126 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ത് പറയുന്നത്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താണെന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഗ്യാരണ്ടി, എന്താണ് നമ്മളൊരു ഗ്യാരണ്ടി നിൽക്കാണ് അല്ലെ, നമ്മള് ഒരു ഗ്യാരണ്ടി നിൽക്കാണ്. അതായത് ഒരാളൊരു പ്രോമിസ് വെക്കാണ്, ഒരു തേർഡ് പാർട്ടി, അതായത് contract to perform the promise or discharge the liability of a third person in case of default. അതായത് എന്താണ്, ഒരു തേർഡ് പാർട്ടീന്റെ ഒരു ഡിഫോൾട്ട് കൊണ്ട് അല്ലെ, തേർഡ് പാർട്ടീന്റെ ഒരു ഡിഫോൾട്ട് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ലയബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു കോൺട്രാക്ട് വെക്കാണ്. അതെന്താണ്, അതൊരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ് ആസ് പെർ സെക്ഷൻ 126 of Indian Contract Act 1872. ഓക്കെ, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ നമ്മൾ നേരത്തെ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ പറഞ്ഞു എന്ത്, പാർട്ടീസ് പറഞ്ഞു, ഒന്ന് ഇൻഡെംനിഫയർ മറ്റൊന്ന് ഇൻഡെംനിറ്റി ഹോൾഡർ. അവിടെ രണ്ട് പാർട്ടീസ് ആയിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ വരുന്ന സമയത്ത് എന്താണ്, ഇവിടെ 3 പാർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് എന്ത്, ഷുവർട്ടി, നെക്സ്റ്റ് വൺ ആണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്രെഡിറ്റർ. ഓക്കെ, എന്താണ് ഫസ്റ്റ് വൺ, ഷുവർട്ടി എന്ന് വെച്ചാൽ എന്താ, പേഴ്സൺ ഹൂ ഗിവ്സ് ദി ഗ്യാരണ്ടി, അതായത് ആരാണോ ഗ്യാരണ്ടി നിൽക്കുന്നത്, ഞാൻ നിനക്ക് വരുന്ന ലയബിലിറ്റി തീർത്ത് തരാം എന്ന് പറഞ്ഞിട്ട് ആരാണോ എന്ത് ഗ്യാരണ്ടി നിൽക്കുന്നത് അവരെ പറയുന്ന പേരാണ് എന്ത്, ഷുവർട്ടി. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് വൺ ഈസ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ഓക്കെ, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആരാ, ആർക്ക് വേണ്ടിയിട്ടാണോ ഷുവർട്ടി ഗ്യാരണ്ടി നിൽക്കുന്നത്, അതായത് ആരുടെ ലയബിലിറ്റി തീർക്കാൻ വേണ്ടിയിട്ടാണോ ഷുവർട്ടി എന്ത് ചെയ്യുന്നത്, ഷുവർട്ടി നിൽക്കുന്നത്, ആ പേഴ്സണെ പറയുന്ന പേരാണ് എന്ത്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ. നെക്സ്റ്റ് വൺ ഈസ് ക്രെഡിറ്റർ. ഓക്കെ, ക്രെഡിറ്റർ എന്താണ്, ദ പേഴ്സൺ ടു ഹൂം ദ പ്രോമിസ് ഇസ് ഗിവൺ. ഓക്കെ, ആർക്കാണോ ഷുവർട്ടി പ്രോമിസ് കൊടുക്കുന്നത് അവരാണ് എന്ത്, ക്രെഡിറ്റർ. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു
അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഓക്കെ, അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്. അവർക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, അരുണിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, ഈ ഫ്രണ്ട് എന്ത് ചെയ്യാണ് ഒരു ബാങ്ക് ലോൺ എടുക്കാണ്. ഓക്കെ, ഓക്കെ, അരുണിന്റെ ഫ്രണ്ട് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാണ്. അതിന് എന്ത് ചെയ്യാണ് അരുണ് ഗ്യാരണ്ടി നിൽക്കാണ്. ഓക്കെ, അരുണ് നമ്മൾ ഈ ജാമ്യം ഒപ്പിടില്ലേ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ജാമ്യം ഒപ്പിടുന്ന ഒരു കേസ്. അപ്പൊ അരുണ് പോയിട്ട് ജാമ്യം നിൽക്കാണ്. ഓക്കെ, ഇൻ കേസ് മൈ ഫ്രണ്ട് ലോൺ അടച്ചു തീർത്തിട്ടില്ലെങ്കിൽ ഞാൻ അടച്ചു തീർത്തോളാം, അല്ലെങ്കിൽ ഞാൻ ലയബിലിറ്റി ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അരുണ് മുന്നോട്ടേക്ക് വരികയാണ്, സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതൊരു ടൈപ്പ് ഓഫ് എന്താണ്, ഇതൊരു എക്സാമ്പിൾ ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. ഓക്കെ, ഇതിൽ വരുന്ന പാർട്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഷുവർട്ടി, സെക്കൻഡ് വൺ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, നെക്സ്റ്റ് വൺ ക്രെഡിറ്റർ. ഇവിടെ അരുൺ ആരാണ്? അരുൺ ആണ് ഷുവർട്ടി അല്ലേ? അരുൺ അല്ലേ ഇവർക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നേ, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി കൊടുക്കുന്നേ, ലയബിലിറ്റി തീർത്തു തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അരുൺ ആണ് ഇവിടെ എന്ത്, ഷുവർട്ടി. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആരാ? ഇവിടെ ആരാ? ഫ്രണ്ട് ആയിരിക്കും. എങ്ങനെയാ ഫ്രണ്ട് ആവുന്നേ? അരുണ് ആർക്ക് വേണ്ടിയിട്ടാണോ ഷുവർട്ടി നിൽക്കുന്നത്, ആ ഒരു വ്യക്തിയല്ലേ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. നമ്മളിപ്പോ ജസ്റ്റ് മേലെ കണ്ടില്ലേ, അതുപോലെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയുന്നത് ഫ്രണ്ട് ആയിരിക്കും. ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഷുവർട്ടി ഗ്യാരണ്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ അരുണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഫ്രണ്ട് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് ക്രെഡിറ്റർ. ആർക്കാണോ പ്രോമിസ് കൊടുക്കുന്നത്, അതായത് അരുണ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ബാങ്കിനല്ലേ പ്രോമിസ് കൊടുക്കുന്നേ, എന്റെ ഫ്രണ്ട് അടച്ചിട്ടില്ലെങ്കിൽ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബാങ്കിനല്ലേ പ്രോമിസ് കൊടുക്കുന്നേ. അപ്പൊ ബാങ്ക് ആണ് ഇവിടെ ആര് ക്രെഡിറ്റർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി. ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി എത്ര ടൈപ്പ് ഉണ്ട്? 5 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, ബൈ ഗിവിംഗ് നോട്ടീസ് ടു ക്രെഡിറ്റർ. ഓക്കെ, ക്രെഡിറ്റർക്ക് ഒരു നോട്ടീസ് കൊടുക്കാണ്, ഞാൻ എന്റെ ഷുവർട്ടി ഷിപ്പിൽ നിന്നും ഒഴിവാവാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ക്രെഡിറ്റർക്ക് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷുവർട്ടിക്ക് അയാളുടെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഷുവർട്ടി ഷിപ്പ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡെത്ത് ഓഫ് ഷുവർട്ടി. ഓക്കെ, ഡെത്ത് ഓഫ് ഷുവർട്ടി. ഷുവർട്ടി മരിച്ചു പോവാണ്. ഷുവർട്ടി മരിച്ചു പോയാൽ എന്ത് ചെയ്യപ്പെടും, അവിടെ ഷുവർട്ടി ഷിപ്പ് എന്ത് ചെയ്യപ്പെടും, ഡിസ്ചാർജ് ചെയ്യപ്പെടും. ഓക്കെ, നെക്സ്റ്റ് വേരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട്. വേരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട് എന്താണ് എന്ന് വെച്ചാൽ എന്താണ്, സെക്ഷൻ 133 എന്ത് പറയുന്നത്, വേരിയൻസ് ഇൻ ടേംസ് ഓഫ് കോൺട്രാക്ട് പറയുന്നത്. ഓക്കെ, അതായത് ഓൾറെഡി നമ്മൾ ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞ് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പോ എന്ത് ചെയ്യാണ്, ഇതിന്റെ ടേംസ് എന്ത് ചെയ്യാണ്, ടേംസിൽ ചേഞ്ച് വരുത്താണ് അല്ലെങ്കിൽ ഓൾട്ടറേഷൻ വരുത്താണ്. ഇതെന്താണ്, ഈ ഒരു കാരണം കൊണ്ടും ഷുവർട്ടിക്ക് വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ബൈ റിലീസ് ഓർ ഡിസ്ചാർജ് ഓഫ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന്റെ ലയബിലിറ്റി എന്ത് ചെയ്തു, റിലീസ് ചെയ്തു. അതായത് ഇനിയിപ്പം അയാൾക്ക് ഗ്യാരണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോ മേലത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ അരുണിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അരുണിന്റെ ഫ്രണ്ട് ലോൺ എടുത്തു, ഫ്രണ്ട് തന്നെ ലോൺ ഫുൾ അടച്ചു തീർക്കാണ്, അയാളുടെ ലയബിലിറ്റി ഫുള്ള് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ്. ഇനിയിപ്പോ അവിടെ ഒരു ഷുവർട്ടിന്റെ ആവശ്യമുണ്ടോ ബാങ്കിന്? ഇല്ല. കാരണം എന്താ, ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഇനിയിപ്പോ അരുണ് നിന്നാലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതും എന്താണ് റീസൺ ഓഫ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ബൈ ക്രെഡിറ്റേഴ്സ് ആക്ട് ഇംപയറിംഗ് ഷുവർട്ടീസ് ഇവൻച്വൽ റെമഡി. അതായത് ക്രെഡിറ്റർ ഉണ്ടല്ലോ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ ബാങ്ക് അരുണിന്റെ എന്തെങ്കിലും ഇവൻച്വൽ റെമഡിയിൽ എന്തെങ്കിലും ഇമ്പയർമെന്റ് വരുത്താണ്. ഓക്കെ, അതായത് ഷുവർട്ടിയുടെ റൈറ്റിൽ കയറി അല്ലെങ്കിൽ ഷുവർട്ടിയുടെ ഇവൻച്വൽ റെമഡിയിൽ എന്തെങ്കിലും ഇമ്പയർമെന്റ് വരികയാണ്. ആര് കാരണം? ക്രെഡിറ്റർ കാരണം. അതെന്താണ് അതൊരു ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ആണ്. ഈ ഒരു കാരണം കൊണ്ട് ഷുവർട്ടിയെ ഡിസ്ചാർജ് ചെയ്യപ്പെടാം. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ഓക്കെ, എന്താണ് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി?
ഗ്യാരണ്ടി കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനാണ് എന്ത് പറയുന്നത്, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ഓക്കെ, അതായത് ഒരു സീരീസ് ഓഫ് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് കവർ ചെയ്യപ്പെടും, അതിനെ പറയുന്നത് എന്താണ്, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. നോർമലി ഗ്യാരണ്ടി എന്ന് വെച്ചാൽ എന്താ, ഗ്യാരണ്ടി എന്ന് വെച്ചാൽ എന്താ, ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആയിരിക്കും അല്ലെ, അതായത് ഒരു സിംഗിൾ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടായിരിക്കും ഗ്യാരണ്ടി നിൽക്കുക. പക്ഷെ കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്താ അവസ്ഥ, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി മീൻസ് പ്രോമിസ് ദാറ്റ് കവേഴ്സ് എ സീരീസ് ഓഫ് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ, അതായത് ഫ്യൂച്ചറിലേക്കുള്ള കുറെ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ്, ഒറ്റ ഒന്ന് മാത്രമായിരിക്കില്ല അവിടെ കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം, കുറെ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം, അതൊക്കെ കവർ ചെയ്യും. അതിനെ പറയുന്നത് എന്താണ്, അതിനെ പറയുന്നതാണ് എന്ത്, കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു സ്പെഷ്യൽ കോൺട്രാക്ട് ആണ് എന്ത്, ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ്. സെക്കൻഡ് വൺ. ഫസ്റ്റ് വൺ എന്താണ്, ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ബെയിൽമെന്റ് എന്താണ് നോക്കാം. Delivery of goods by one person to another for some purpose upon a contract that they shall, when the purpose is accomplished, return or dispose according to the direction of the person delivering them. അതായത് എന്താണ് ഇവിടെ പറയുന്നത്, എന്താ, ഒരു പേഴ്സൺ വേറൊരു പേഴ്സണ് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഗുഡ്സ് കൊടുക്കാണ്, അതായത് ഒരു എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഗുഡ്സ് കൊടുക്കാണ് അല്ലെ. അപ്പൊ അവര് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്തു, ഗുഡ്സ് കൊടുത്തു, ബെയിൽ ചെയ്ത്. അപ്പൊ ബി എന്ത് ചെയ്യും, ബി എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അത് എടുത്തിട്ടുള്ളത്, ഏത് ഗുഡ്സ് എടുത്തിട്ടുള്ളത്, അത് അത് കഴിഞ്ഞ ഉടനെ ബി എന്ത് ചെയ്യും, ബി അത് എക്ക് എന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ എന്റെ എന്ത് പ്രകാരം, എന്റെ ഡയറക്ഷൻസ് പ്രകാരം അതെങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യും. ഇതിനെ പറയുന്നതാണ് എന്ത്, ബെയിൽമെന്റ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു ഇൻഡെംനിറ്റിയിലും ഗ്യാരണ്ടിയിലും എന്ത് കണ്ടു, ഇൻഡെംനിറ്റി ഹോൾഡർ, ഇൻഡെംനിഫയർ എന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ടീസിനെ കണ്ടു. ഇനി ഇതിലാണെങ്കിൽ എന്ത്, ഷുവർട്ടി, ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ, ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് മൂന്ന് പാർട്ടീസിനെ കണ്ടു. ഇനി ഇവിടെ വരുന്ന സമയത്ത്, ബെയിൽമെന്റിൽ വരുന്ന സമയത്ത് എന്താ, അവിടെ രണ്ട് പാർട്ടീസ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് വൺ ബെയിലർ, സെക്കൻഡ് വൺ ഈസ് ബെയിലി. ദ പേഴ്സൺ ഡെലിവറിംഗ് ദി ഗുഡ്സ് ഈസ് കോൾഡ് ബെയിലർ. അതായത് നമ്മളെ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത് ആരാണോ ഡെലിവർ ചെയ്യുന്നത് ആ ഒരു പേഴ്സൺ ആണ് ആര്, ബെയിലർ. ബെയിലി ആർക്കാണോ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത്, ആ ഒരു വ്യക്തിയായിരിക്കും എന്ത്, ബെയിലി. ഓക്കെ, അതായത് ഇവിടെ പറയുകയാണെങ്കിൽ ആരായിരിക്കും ഓണർ, ആരായിരിക്കും ഗുഡ്സിന്റെ, ബെയിലർ ആയിരിക്കും. കാരണം ബെയിലറിന്റെ ഗുഡ്സ് അല്ലേ കൊടുക്കുന്നത്, ബെയിലിക്കല്ലേ കൊടുക്കുന്നത്. അപ്പൊ ബെയിലർ ആയിരിക്കും ഇവിടെ ഗുഡ്സിന്റെ ഓണർ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ. ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ. ഡിസ്ക്ലോസ് ദി ഫോൾട്ട് ഇൻ ദി ഗുഡ്സ് ബെയിൽഡ് ടു ദി ബെയിലി. അതായത് എന്ത് ചെയ്യണം, ബെയിലർ എന്ത് ചെയ്യണം, ബെയിലിക്ക് ഒരു ഗുഡ്സ് ബെയിൽ ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ, ആ ഗുഡ്സിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം ബെയിലിന്റെ അടുത്ത്. അല്ലാതെ ഇപ്പൊ ബെയിലർക്ക് അറിയാം ആ ഒരു ഗുഡ്സിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ബെയിലർക്ക് അറിയാം. അപ്പൊ ബെയിലർ ഒന്നും ഉണ്ടാതെ പോയിട്ട് ആ ഗുഡ്സ് ബെയിലേക്ക് കൊടുത്തിട്ട് വരാണോ, അല്ല, അതെന്ത് ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം ബെയിലിന്റെ അടുത്ത്. ഇതിന് ഇന്ന തകരാറുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഫോൾട്ടുകളൊക്കെ ഉണ്ട് എന്ന് പോയിട്ട് ബെയിലിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്, if the bailier doesn't disclose such a fault, the bailey incurred any losses from such a fault, the bailier will responsible for such loss incurred to bailey. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, ബെയിലർ ഇതുപോലെ തന്നെ ഫോൾട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, ഗുഡ്സിന് ഒരു ഫോൾട്ട് ഉള്ളത് ബെയിലർക്ക് അറിയാം, പക്ഷെ ബെയിലർ എന്ത് ചെയ്തിട്ടില്ല, ബെയിലർ ബെയിലിന്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് ആ കാരണം കൊണ്ട്, അതായത് ഈ ഒരു കാരണം കൊണ്ട് ബെയിലിക്ക് എന്ത് വരികയാണ്, ഒരു ലോസ് സംഭവിക്കാണ്. ഓക്കെ, ഒരു ലോസ് സംഭവിക്കാണ്. അങ്ങനെ വരുന്ന കേസിൽ ഈ ലോസിന് ആര് റെസ്പോൺസിബിൾ ആവും, ബെയിലർ റെസ്പോൺസിബിൾ ആവും. സ്വാഭാവികമായിട്ടും റെസ്പോൺസിബിൾ ആവണല്ലോ, കാരണം ബെയിലർക്ക് അറിയാവുന്ന ഒരു ഫോൾട്ട് അല്ലേ അത്, എന്നിട്ടല്ലേ അത് ബെയിലിന്റെ അടുത്ത് പറയാണ്ടിരുന്നേ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യപ്പെടും, ബെയിലിന്റെ ലോസിന് ബെയിലർ ലയബിൾ ആവും. ഓക്കെ,
If the goods are bailed to hire, the bailer is responsible for damages arising to the bailey. അതായത് ഈ ഗുഡ്സ് എന്ത് ചെയ്തു, ഗുഡ്സ് ബെയിൽ ചെയ്തു, അത് ഹയർ ചെയ്തു, ബെയിൽഡ് ഗുഡ്സ് ഹയർ ചെയ്തു, അതുകൊണ്ട് ആ ഒരു റീസൺ കൊണ്ട് ബെയിലിക്ക് എന്ത് വന്നു, ബെയിലിക്ക് എന്തെങ്കിലും ഡാമേജസ് വന്നു. അപ്പൊ എന്താവും, എന്തെങ്കിലും ഡാമേജസ് വന്നാല് അതിനും എന്താവും ബെയിലർ ഈസ് റെസ്പോൺസിബിൾ, ബെയിലർ റെസ്പോൺസിബിൾ ആവും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലി. ഓക്കെ, ബെയിലിന്റെ ഡ്യൂട്ടീസ്. ബെയിലി എന്താണ്, നമുക്ക് ഒരു സാധനം കിട്ടാണല്ലേ, അപ്പൊ അതിന് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഇനഫ് കെയർ അതിന് കൊടുക്കണം. ആ ഗുഡ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഗുഡ്സ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കേടുപാട് അതിന് വരാതെ നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്ലഡ്ജ്. ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജിലെ പ്ലഡ്ജ്. ഓക്കെ, എന്താണ് പ്ലഡ്ജ്? ബെയിൽമെന്റ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയുന്നത്, പ്ലഡ്ജ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മൾ ഈ പണയം വെക്കുക എന്നൊക്കെ പറയും, അതൊക്കെ ഒരു എക്സാമ്പിൾ ഓഫ് പ്ലഡ്ജ് ആണ്. അപ്പൊ ഇതിൽ എത്ര പാർട്ടീസ് ഉണ്ട്? രണ്ട് പാർട്ടീസ് ഉണ്ട്. അതിലൊന്നാണ് പോണർ, നെക്സ്റ്റ് വൺ പോണി. ഓക്കെ, the person who pledges the goods is called പോണർ. ഓക്കെ, അതായത് ആരാണോ പ്ലെഡ്ജ് ചെയ്യുന്നത് അവരാണ് എന്ത്, പോണർ. ഇനി ആർക്കാണോ പ്ലെഡ്ജ് ചെയ്യുന്നത് അവര് പറയുന്ന പേരാണ് എന്ത്, പോണി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് റൈറ്റ്സ് ഓഫ് പോണി. ഓക്കെ, റൈറ്റ്സ് ഓഫ് പോണി. ഇത് 3 സെക്ഷൻസിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പോണിന്റെ റൈറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, പോണി മേ റിട്ടൈൻ ദി ഗുഡ്സ് പ്ലെഡ്ജഡ് നോട്ട് ഓൺലി ഫോർ ദി പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ബട്ട് ഫോർ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഡെപ്റ്റ് ആൻഡ് നെസസറി എക്സ്പെൻസസ്. അതായത് പോണിക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ഗുഡ്സ് റിട്ടൈൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് നമ്മൾ പ്ലെഡ്ജ് ചെയ്ത ഗുഡ്സ് ഉണ്ടല്ലോ, പ്ലെഡ്ജ് ചെയ്ത ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ബെയിലർ അല്ലെങ്കിൽ പോണർ തരാനുള്ള പേയ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമല്ല, അതായത് നമുക്ക് കിട്ടാനുള്ള മെയിൻ പേയ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമല്ല, പക്ഷെ എന്തിനും കൂടെ വേണ്ടിയിട്ടാ, അതിനുള്ള ഇൻട്രസ്റ്റും അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആർക്ക്, പോണിക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിനും പിന്നെ പേയ്മെന്റിനും വേണ്ടിയിട്ടുള്ള എന്തുണ്ട് റൈറ്റ് പോണിക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എന്ത്, സെക്ഷൻ 175 പറഞ്ഞിട്ട് ഉള്ളത്. Poller is entitled to receive extraordinary expenses incurred by him for the prevention of the goods pledged from the poller. അതായത് പോണറിന്റെ അടുത്ത് നിന്ന് ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്തു, ആർക്ക്, പോണിക്ക് പ്ലെഡ്ജ് ചെയ്തു. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നതാണ് പോണർ എന്ന് വിചാരിക്കാം. എ ബിക്ക് എന്ത് ചെയ്തു, പ്ലെഡ്ജ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ആരടുത്താണ് ഇപ്പൊ ഗുഡ്സ് ഉള്ളത്, ബിന്റെ അടുത്താണ് ഇപ്പൊ ഉള്ളത്, ബിന്റെ അടുത്തല്ലേ പ്ലെഡ്ജ് ചെയ്തേ. അപ്പം ബി എന്ത് ചെയ്യാണ്, ബി ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു എന്താണ് പറയണ്ടേ, പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്തു. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്തു എന്ന് വിചാരിക്കാം, എ ബിക്ക് ഗോൾഡ് പ്ലെഡ്ജ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ബിന്റെ നാട്ടില് ഭയങ്കര കള്ളന്റെ ശല്യം, എന്നിട്ട് ബി ഇത് എന്ത് ചെയ്തു, ഇത് മിസ്സായി പോകണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു, ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. ബാങ്ക് ലോക്കറിന് ലോക്കർ റെന്റ് കൊടുക്കണ്ടേ, ഒരു ദിവസത്തേക്ക് ബി കൊണ്ടുപോയിട്ട് ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചു. ഓക്കെ, അപ്പൊ ബിക്ക് വരുന്ന ലോക്കർ റെന്റ് എന്താണ്, പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന എക്സ്പെൻഡിച്ചർ അല്ലേ. അതായത് എന്റെ ഗുഡ്സ് പോകണ്ടെന്ന് വെച്ചിട്ട് ബി ആയിട്ട് കൊണ്ടുപോയി വെച്ചതാണ് അല്ലെ. ഇതെന്താണ്, ഇത് തിരിച്ചു കൊടുക്കാനുള്ള, അതായത് ബിക്ക് ഈ ലോക്കർ റെന്റിന്റെ എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യാനുള്ള ഡ്യൂട്ടി ആരുടെയാ, ഈ എന്റെതാ അല്ലെ. ഈ നെക്സ്റ്റ് വരുന്നതാണ് 176. അതായത് Pony may bring a suit against the pawnee upon the debt or promise and retain the goods pledged, or he may sell the goods pledged on giving the pawnee a reasonable notice of sale. അതായത് എന്താ പറയുന്നത്, പോണർ പോണീന്റെ അടുത്ത് ഗുഡ്സ് ബെയിൽ ചെയ്തു. ഓക്കെ,
ഗുഡ്സ് സെയിൽ ചെയ്തു. ഈ ഓണിയാണെങ്കില് ഓണർ ആണെങ്കില് എന്ത് ചെയ്തിട്ടില്ല, പേയ്മെന്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോണിക്ക് എന്ത് ചെയ്യാനുള്ള റേറ്റ് ഉണ്ട്, ഒരു സ്യൂട്ട് റൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആർക്കെതിരെ? ഓണർക്കെതിരെ സ്യൂട്ട് റൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് എന്ത്, റിട്ടൈൻ ദി ഗുഡ്സ് പ്ലഡ്ജ്ഡ്. അതായത് ഈ പേയ്മെന്റ് കിട്ടുന്നത് വരെ എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഈ ഗുഡ്സ്, അതായത് എന്താ വെയിൽ ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ എന്താണ് പ്ലഡ്ജ് ചെയ്ത റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള റൈറ്റ് ആയിരിക്കുന്നുണ്ട്, ഫോണിക്കുണ്ട്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഏതാണെന്ത്, എന്ത് ഫോണിക്ക് എന്തും കൂടി ഉണ്ട്, ആ ഗുഡ്സ് വേണമെങ്കിൽ സെയിൽ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണം, ഓണർക്ക് ഒരു നോട്ടീസ് കൊടുക്കണം, ഒരു റീസണബിൾ നോട്ടീസ് കൊടുക്കണം. ഞാൻ ഇന്ന പോലെ സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു നോട്ടീസ് ഓണർക്ക് സെൻഡ് ചെയ്ത ശേഷം മാത്രം ഫോണിക്ക് എന്ത് ചെയ്യാം, ഗുഡ്സ് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഏജൻസി, കോൺട്രാക്ട് ഓഫ് ഏജൻസി. ഓക്കെ, ഏജൻസി എന്താണ്? ഏജൻസി means an agency is a relationship between principal and, അതായത് എന്താണ് ഏജൻസി എന്താണ്, ഒരു വ്യക്തി വേറൊരാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ബിഹാഫിൽ കാര്യങ്ങൾ ചെയ്യാണ്, അതിനെ പറയുന്നതാണ് എന്ത്, ഏജൻസി എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഇൻ an agency relationship the principal is the person who delegates authority to an agent to act on their behalf. അതായത് ഈ പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് വേറൊരാളെ എന്ത് ചെയ്യാണ്, വേറൊരാളെ അപ്പോയിന്റ് ചെയ്യാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആരുടെ ബിഹാഫില്? ഈ സെയിം പ്രിൻസിപ്പലിന്റെ ബിഹാഫിൽ. ഓക്കെ, ഏജന്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ടു ഡു എനി ആക്ട് ഫോർ അനദർ or to represent another in dealings with the third party. അതായത് ഡെറ്ററിനെ ബിഹാഫ് ചെയ്തതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി ഡീലിങ്സിൽ എൻ്റർ ചെയ്യുന്ന ആളാണ് എന്ത്, ഏജന്റ് എന്ന് പറയുന്നത്. ഇനി സബ് ഏജന്റ് എന്താണ്? പേഴ്സൺ എംപ്ലോയ്ഡ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഒറിജിനൽ ഏജന്റ്. ഓക്കെ, ഈ ഏജന്റ് ഉണ്ടല്ലോ, മെയിൻ ഏജന്റ് ഉണ്ടല്ലോ, ഇയാളുടെ അണ്ടറിൽ വരുന്ന എംപ്ലോയി ആണ് ആര്, സബ് ഏജന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ ഇസ് ദി വൺ ഫോർ whom the agent is performs action. അതായത് ഏജന്റ് ആർക്ക് വേണ്ടിയിട്ടാണോ ആക്ഷൻസ് പെർഫോം ചെയ്യുന്നത്, ആ വ്യക്തിനെ പറയുന്ന പേരാണ് എന്ത്, ഏജന്റ്. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ. ഓക്കെ, ഏജന്റ് ആർക്ക് വേണ്ടിയിട്ടാണോ പെർഫോം ചെയ്യുന്നത്, ആ വ്യക്തിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പാർട്ടീസ് ആണ് ഏതിലുള്ളത്, കോൺട്രാക്ട് ഓഫ് ഏജൻസിയിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്, ടെർമിനേഷൻ. ഇവിടെ സബ് ഏജന്റും പ്രിൻസിപ്പളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ വരുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, സബ് ഏജന്റ് എന്ന് പറയുന്നത് എന്താണ്, ഏജന്റിന്റെ എംപ്ലോയിയാ. അതായത് പ്രിൻസിപ്പളുമായിട്ട് ഒരിക്കലും സബ് ഏജന്റിന് എന്ത് വരുന്നില്ല, ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ടെർമിനേഷൻ ഓഫ് ഏജൻസി. An agency may terminated by first one principal by revoking his authority. അതായത് പ്രിൻസിപ്പൽ, ഈ പറഞ്ഞ പ്രിൻസിപ്പൽ എന്ത് ചെയ്യാണ്, അതോറിറ്റി റിവോക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അതോറിറ്റി നിർത്താണ്. ഇതെന്താണ്, ഇത് ഒരു റീസൺ ഫോർ ടെർമിനേഷൻ ഓഫ് ഏജൻസി ആണ് അല്ലെ. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഏജന്റ് റിനൗൺസിംഗ് ദി ബിസിനസ് ഓഫ് ദി ഏജൻസി. ഏജന്റ് എന്ത് ചെയ്യാണ്, റിനൗൺസ് ചെയ്യാണ് അല്ലെ. ഏജൻസി ഈ ബിസിനസ് എന്ത് ചെയ്യാണ്, ബിസിനസ് റിനൗൺസ് ചെയ്യാണ്, അതിനെ പറയുന്ന അതും എന്താണ്, അതും ഒരു റീസൺ ഫോർ ടെർമിനേഷൻ ഓഫ് ഏജൻസി ആണ്. നെക്സ്റ്റ് വൺ ആണ് എന്ത്, ബിസിനസ് ഓഫ് ദി ഏജൻസി ഇസ് ബീയിങ് കംപ്ലീറ്റഡ്. അതായത് ഇതിന്റെ ബിസിനസ് ഇപ്പൊ ഒരു ഏജന്റ് ആയിട്ട് കയറിയത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പൊ ഒരു എന്ന് പറയുന്ന ഒരു സാധനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു ഏജൻസി ബിസിനസ് തുടങ്ങിയത്. അപ്പൊ എന്ന് പറയുന്ന ഒരു സാധനം സെയിൽ ചെയ്ത് കഴിഞ്ഞു അതിനില്ല, അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ ഏജൻസി ബിസിനസ് എന്താണ്, ടെർമിനേറ്റഡ് അല്ലേ. അപ്പൊ അതും എന്താണ്, ഒരു റീസൺ ഫോർ ടെർമിനേഷൻ ആണ്. നെക്സ്റ്റ്, either the principal or agent dying or becoming unsound mind. അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അവര്
ഇവരിൽ ആരെങ്കിലും അല്ലെങ്കിൽ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഏജന്റോ എന്തെയ്യാണ് മരിച്ചു പോവാണെന്ന് വിചാരിക്കാം. മരിച്ചു പോവാണെന്ന് വിചാരിക്കാം. പിന്നെന്തുണ്ടോ ആടാ എന്താ ഏജൻസി ഉണ്ടോ? ഏജൻസി ബിസിനസ് ഉണ്ടോ? കാരണം ഇതിന്റെ പാർട്ടീസിൽ ഒരാൾ പോവാണ്. ഈ രണ്ട് പാർട്ടീസും ഇല്ലെങ്കിൽ ഈ ഒരു ഏജൻസി കോൺട്രാക്ട് ഓഫ് ഏജൻസി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതും എന്താണ്? ടെർമിനേഷൻ ഓഫ് ഏജൻസിന്റെ ഒരു റീസൺ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പൽ ബെയിങ് അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെന്റ്. അതായത് പ്രിൻസിപ്പൾ എന്തെയാണ്? പ്രിൻസിപ്പള് പോയിട്ട് പ്രിൻസിപ്പള് എന്തെയാണ്? ഇൻസോൾവെന്റ് ആയിട്ട് അഡ്ജഡ്ജ് ചെയ്യപ്പെടുകയാണ്. അതായത് കോർട്ട് അഡ്ജുഡിക്കേറ്റ് ചെയ്യാണ് പ്രിൻസിപ്പൾ ഇൻസോൾവെന്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതും എന്താണ്? പ്രിൻസിപ്പൾ ഇൻസോൾവെന്റ് ചെയ്താൽ പിന്നെ അയാൾക്ക് എന്തെങ്കിലും ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻസോൾവെന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതെന്താണ്? ഇതും ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണല്ലോ, കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പിന്നെ അയാൾക്ക് നിൽക്കാൻ പറ്റുമോ? അതായത് പ്രിൻസിപ്പളിന് നിൽക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തേ? അയാൾ ഒരു ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത്? ടെർമിനേഷൻ ഓഫ് ഏജൻസിന്റെ റീസൺസ്. ഓക്കെ, അപ്പൊ കോൺട്രാക്ട് ആക്ടില് മെയിൻ ആയിട്ടുള്ളതെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ,